Good morning students. In mobile communication, module 4 കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ബ്ലൂടൂത്ത് ആൻഡ് ബ്ലൂടൂത്ത് ആർക്കിടെക്ചർ എന്താണ് പഠിച്ചിരുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഈ ക്ലാസ്സിൽ രണ്ട് ന്യൂ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് യൂസേജ് മോഡൽ ആൻഡ് പൈക്കോനെറ്റ് ആൻഡ് സ്കാറ്റർനെറ്റ്. ഓക്കെ, ഈ രണ്ട് ടോപ്പിക് കഴിയുന്നതോടുകൂടി ഫോർത്ത് മൊഡ്യൂളിൻ്റെ ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആവും. Okay, so start ചെയ്യാം. First one, Bluetooth usage models. Usage model mean Bluetooth based applications implement ചെയ്യാൻ ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സെറ്റ് ഓഫ് പ്രോട്ടോകോൾസിനെയാണ് യൂസേജ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൂടൂത്ത് ബേസ്ഡ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ, പേഴ്സണൽ കമ്പ്യൂട്ടർ, അതല്ലെങ്കിൽ ലാപ്ടോപ്പിലെല്ലാം ബ്ലൂടൂത്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഡാറ്റാസ് ഷെയർ ചെയ്യാം. ഡാറ്റാസ് ഷെയറിംഗ് മീൻ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാം, ഇമേജസ്, ഓഡിയോ, വീഡിയോസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഷെയർ ചെയ്യാം. ദെൻ ബ്ലൂടൂത്ത് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് വയർലെസ് പ്രിൻറ്റർ, കീബോർഡ്, മൗസ് എല്ലാം കണക്ട് ചെയ്യാം. ദെൻ അതർ ആപ്ലിക്കേഷൻ ഈസ് വയർലെസ് ഹെഡ്സെറ്റ് ആൻഡ് ബ്ലൂടൂത്ത് ടെതറിംഗ് യൂസ് ചെയ്തുകൊണ്ട് ഇൻ്റർനെറ്റ് വരെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്ലിക്കേഷൻസും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ആണ് യൂസേജ് മോഡൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് യൂസേജ് മോഡൽസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫയൽ ട്രാൻസ്ഫർ, ഇൻ്റർനെറ്റ് ബ്രിഡ്ജ്, LAN access, synchronization, 3-in-1 phone and headset. Okay, first one, file transfer. File transfer mean data, images, documents, video, audio ഇതെല്ലാം ഷെയർ ചെയ്യുക. ഓക്കെ, സോ ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫയൽ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ഉണ്ട് ആൻഡ് L2CAP ഉണ്ടായിരിക്കും. L2CAP മീൻ ലോജിക്കൽ ലിങ്ക് കൺട്രോൾ അഡാപ്റ്റേഷൻ പ്രോട്ടോകോൾ. അപ്പർ ലെയറിലെ പ്രോട്ടോകോളിനെ ബേസ് ബാൻഡ് ലെയറിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്ന ലെയർ. ഓക്കെ, ഈ രണ്ട് ലെയറിന് ബിറ്റ്വീൻ ആയിട്ടാണ് പ്രോട്ടോകോൾസ് പ്ലേസ് ചെയ്യുക. ഫയൽ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യാൻ 3 പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ OBEX, ഒബ്ജക്റ്റ് എക്സ്ചേഞ്ച് പ്രോട്ടോകോൾ. ഒബ്ജക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഇവിടെ ഫയൽ ട്രാൻസ്ഫറിങ് അല്ലേ, സോ ഒബെക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ RFCOM, റേഡിയോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്ത് ബൈനറി ഡാറ്റ ട്രാൻസ്മിഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് RFCOM പ്രോട്ടോകോൾ. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് SDP, സർവീസ് ഡിസ്കവറി പ്രോട്ടോകോൾ. ഓക്കെ, ആർക്കിടെക്ചറിൽ ഈ പ്രോട്ടോകോൾസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും എന്തായിരുന്നു സർവീസ് ഡിസ്കവറി പ്രോട്ടോകോൾ? രണ്ട് ഡിവൈസ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അതിൻ്റെ ഡിവൈസ് ഇൻഫർമേഷൻ, സർവീസ് ക്യാരക്ടേഴ്സ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് സർവീസ് ഡിസ്കവറി പ്രോട്ടോകോൾ. ഓക്കെ, അപ്പോൾ എല്ലാ യൂസേജ് മോഡലിലും SDP പ്രോട്ടോകോളും ഉണ്ടായിരിക്കും. സോ ദിസ് ഈസ് ഫയൽ ട്രാൻസ്ഫർ യൂസേജ് മോഡൽ. സെക്കൻഡ് വൺ, ഇൻ്റർനെറ്റ് ബ്രിഡ്ജ്. ഡയലപ്പ് നെറ്റ്വർക്കിങ്ങിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് ഇൻ്റർനെറ്റ് ബ്രിഡ്ജ് യൂസേജ് മോഡൽസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും. പേഴ്സണൽ കമ്പ്യൂട്ടറിൽ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കോഡ്ലെസ് മോഡം വഴിയോ ഡയലപ്പ് നെറ്റ്വർക്കിംഗ് വഴി ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഇതിന് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മോഡേൺ എമുലേഷൻ ഓർ ഡ്രൈവർ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ആൻഡ് L2CAP, ലോജിക്കൽ ലിങ്ക് കൺട്രോൾ അഡാപ്റ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ബിറ്റ്വീൻ ആയിട്ടാണ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോകോൾസ് ഈ ഒരു യൂസേജ് മോഡലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. AT കമാൻഡ്സ്, PPP, പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ, ആൻഡ് റേഡിയോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആൻഡ് SDP. ഓക്കെ, സോ ഇതിൽ AT കമാൻഡ്സ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഡയലപ്പ് നെറ്റ്വർക്കിങ്ങിൽ AT കമാൻഡ്സ് ആണ് ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മോഡംസിനെ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ഡാറ്റ ട്രാൻസ്ഫറിനാണ് ബാക്കിയുള്ള പ്രോട്ടോകോൾസ് ഈ PPP, RFCOM പ്രോട്ടോകോൾസ് സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് SDP എന്ന് പറയുന്നത് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് പോർഷനാണ്. ഓക്കെ,
Using this, a PC is wisely connected to a mobile phone or cordless modem to provide dial-up networking and fax capabilities. For dial-up networking, AT commands are used to control the phone or modem, and another protocol stack, PPP over RFCOM, is used for data transfer. Okay, and additional added point, and for fax transfer, fax software operates directly over RFCOM. Okay, and next one, local area network access. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ഉണ്ട് ആൻഡ് ഒരു പൈക്കോ നെറ്റ് ഉണ്ട്. ഈ പൈക്കോ നെറ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസിന് ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ സർവീസ് അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് ആക്സസ് ചെയ്യണം. സോ ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ആക്സസിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് ലാൻ ആക്സസിൽ പറയുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാ നോക്കാം. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആക്സസ് ആപ്ലിക്കേഷൻ ഉണ്ട് ആൻഡ് L2 CAP ഉണ്ട്. ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോകോൾ ഉണ്ട്. ഫസ്റ്റ് വൺ IP, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ, ആൻഡ് പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ, ദെൻ റേഡിയോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ ആൻഡ് SDP. SDP എപ്പോഴും കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 പ്രോട്ടോകോൾസും സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിൽ ഈ പൈക്കോ നെറ്റിലെ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡിവൈസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിൽ ഒരു ഡിവൈസ് എങ്ങനെയാണോ ആക്ട് ചെയ്യുക അതുപോലെ ആയിരിക്കും ആ ഡിവൈസും ഫങ്ഷൻ ചെയ്യുക. ഓക്കെ, ഫോർത്ത് വൺ, സിങ്ക്രണൈസേഷൻ. ഡിവൈസ് തമ്മിൽ സിങ്ക്രണൈസേഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് സിങ്ക്രണൈസേഷൻ യൂസേജ് മോഡലിൽ പറയുന്നത്. ഓക്കെ, സിങ്ക്രണൈസ് ചെയ്യുന്നത് കോണ്ടാക്ട്സ് അല്ലെങ്കിൽ കലണ്ടർ, മെസ്സേജസ് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നോട്ട്സ്, ഇതൊക്കെ ആയിരിക്കും ഡിവൈസ് തമ്മിൽ സിങ്ക്രണൈസ് ചെയ്യുക. ഓക്കെ, സോ അതിൻ്റെ യൂസേജ് മോഡൽ നോക്കാം. സിങ്ക്രണൈസേഷൻ സപ്പോർട്ട് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും ആൻഡ് L2 CAP. ഇത് ബിറ്റ്വീൻ ദീസ് 4 പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. SDP ഫോർ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, IRMC, OBEX ആൻഡ് റേഡിയോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു വേർഡ് IRMC ആയിരിക്കും. IRMC മീൻ ഇൻഫ്രാറെഡ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, IRMC IRDA എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോളിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ IRDA പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത് ക്ലയൻറ്റ് ആൻഡ് സെർവർ ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യാനാണ്. ക്ലയൻറ്റ് ആൻഡ് സെർവർ മീൻ ഇവിടെ പേഴ്സണൽ ഇൻഫോർമേഷൻ ഷെയറിംഗ് ആണല്ലോ. സോ ഒരു ഡിവൈസ് ക്ലയൻറ്റും ഒരു ഡിവൈസ് സെർവർ പോലെയും ആക്ട് ചെയ്യണം. സോ ഇതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് IRMC. ഓക്കെ, ദെൻ ഡാറ്റ ഷെയറിംഗ് ആണ്, അതുകൊണ്ട് OBEX പ്രോട്ടോക്കോൾ, ഒബ്ജക്റ്റ് എക്സ്ചേഞ്ച് പ്രോട്ടോക്കോളും വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് RFCOM സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ ഫിഫ്ത്ത് വൺ, 3-in-1 ഫോൺ. ടെലിഫോൺ ഹാൻഡ്സെറ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന യൂസേജ് മോഡലാണ് 3-in-1 ഫോൺ യൂസേജ് മോഡൽ. ഓക്കെ, ഒരു കോഡ്ലെസ് ഫോൺ, ഒരു ടെലിഫോൺ ഹാൻഡ്സെറ്റ് ഒരു കോഡ്ലെസ് ഫോൺ പോലെ ആക്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി വയർലെസ് കോഡ്ലെസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, ടെലിഫോൺ ഹാൻഡ്സെറ്റ് ഉണ്ടായിരിക്കും. സോ ഇവ തമ്മിൽ ബ്ലൂടൂത്ത് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യണം. സോ അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോകോൾസ്, അതാണ് 3-in-1 ഫോൺ മോഡൽസിൽ പറയുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണ് നോക്കാം. കോഡ്ലെസ് ഫോൺ ഓർ ബേസ് സ്റ്റേഷൻ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ദെൻ L2 CAP, ദെൻ TCS BIN. സോ ടെലിഫോൺ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് TCS BIN. TCS BIN മീൻ ടെലിഫോണിക് കൺട്രോൾ സ്പെസിഫിക്കേഷൻ ബൈനറി. ഓക്കെ, ആൻഡ് ഇത് SDP സർവീസ് ഡിസ്കവറി പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ഓഡിയോ കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ 2 ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓഡിയോ ആണ്. സോ ടെലിഫോൺ ഹാൻഡ്സെറ്റ് ദാറ്റ് ഇംപ്ലിമെൻറ്റ് ദിസ് യൂസേജ് മോഡൽ മേ ആക്ട് ആസ് കോഡ്ലെസ് ഫോൺ കണക്റ്റിംഗ് ടു എ വോയിസ് ബേസ് സ്റ്റേഷൻ, as an intercom device for connecting to other telephone and as cellular phone. Okay,
ആൻഡ് ദ ലാസ്റ്റ് വൺ ഹെഡ്സെറ്റ്. ഹെഡ്സെറ്റിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ്. ഹെഡ്സെറ്റ് ഗേറ്റ്വേ അതല്ലെങ്കിൽ ഹെഡ്സെറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് L2 CAP. ഇവിടെ SDP യൂസ് ചെയ്യുന്നുണ്ട്, സർവീസ് ഡിസ്കവറി പ്രോട്ടോകോൾ. ആൻഡ് AT കമാൻഡ് ആൻഡ് റേഡിയോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അഡീഷണൽ ആയിട്ട് ഓഡിയോ, ഹെഡ്സെറ്റ് വഴി ഓഡിയോസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ അഡീഷണൽ ആയിട്ട് ഓഡിയോയുടെ ഒരു സെക്ഷൻ കൂടിയുണ്ട്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് യൂസേജ് മോഡൽസ്. ഓക്കെ, ആർക്കിടെക്ചർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂസേജ് മോഡൽസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ആർക്കിടെക്ചറിലെ എല്ലാ പ്രോട്ടോകോൾസും നിങ്ങൾക്കറിയാമെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷൻ തന്നാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് യൂസേജ് മോഡൽസ് എഴുതാം. ഓക്കെ, so these are the important usage models. Next one, PicoNet and ScatterNet. PicoNet എന്താണെന്ന് ബ്ലൂടൂത്ത് ടെക്നോളജി പഠിച്ചപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോയിരുന്നു. ഓക്കെ, എന്തായിരുന്നു പൈക്കോനെറ്റ്? ബ്ലൂടൂത്ത് ടെക്നോളജി പ്രോട്ടോകോൾ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാവുന്ന ഒരു സ്മോൾ അഡ്ഹോക്ക് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ടെമ്പററി നെറ്റ്വർക്കാണ് പൈക്കോനെറ്റ്. ഓക്കെ, അപ്പോൾ ഈ പൈക്കോനെറ്റിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് മാക്സിമം അതിലൊരു 8 ഡിവൈസ് വരെ വയർലെസ് ലിങ്ക് വഴി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിവൈസ് എന്ന് പറയുമ്പോൾ ബ്ലൂടൂത്ത് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യാവുന്ന ഏത് ഡിവൈസും. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഫോൺ, ലാപ്ടോപ്പ്, വയർലെസ് ഹെഡ്സെറ്റ്, വയർലെസ് പ്രിൻ്റർ ഓർ സ്കാനർ, ഓക്കെ, ഇതെല്ലാം വയർലെസ് കണക്ഷൻ വഴി കണക്ട് ചെയ്യാം. വയർലെസ് ടെക്നോളജി യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യാവുന്ന ഒരു സ്മോൾ ടെമ്പററി നെറ്റ്വർക്ക്, അതാണ് പൈക്കോനെറ്റ്. ഓക്കെ, എ പൈക്കോനെറ്റ് ഈസ് ആൻ അഡ്ഹോക്ക് നെറ്റ്വർക്ക് ദാറ്റ് ലിങ്ക്സ് എ വയർലെസ് യൂസർ ഗ്രൂപ്പ് ഓഫ് ഡിവൈസസ് യൂസിങ് ബ്ലൂടൂത്ത് ടെക്നോളജി പ്രോട്ടോകോൾസ്. ഈ അഡ്ഹോക്ക് എന്ന് പറയുമ്പോൾ ടെമ്പററി എന്നുള്ളൊരു മീനിങ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ദ ബേസിക് യൂണിറ്റ് ഓഫ് നെറ്റ്വർക്കിംഗ് ഇൻ ബ്ലൂടൂത്ത് ഈസ് എ പൈക്കോനെറ്റ്. ഓക്കെ, പൈക്കോനെറ്റിൻ്റെ വർക്കിംഗ് തിയറി പറയുന്നതിനേക്കാൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ഐഡിയ കിട്ടും. ഓക്കെ, ബ്ലൂടൂത്ത് ആർക്കിടെക്ചർ പോലെ തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പൈക്കോനെറ്റ് ആൻഡ് സ്കാറ്റർനെറ്റ്. ഓക്കെ, ഈ ഫസ്റ്റ് വൺ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫിഗറാണ്. ഈ ഫിഗർ വെച്ചുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. സോ ഇത് ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. നോട്ടിൽ എഴുതുമ്പോൾ ഈ 2 ഫിഗറും വരയ്ക്കണം. ഈ രണ്ടാമത്തെ ഫിഗർ വരച്ച് ഈ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്താൽ പൈക്കോനെറ്റിൻ്റെ വർക്കിംഗ് ആയി. ഇപ്പോൾ മാക്സിമം 8 ഡിവൈസ് ഒരു പൈക്കോനെറ്റിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇവിടെ ഒരു 6 ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിൽ മാസ്റ്ററായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ സിസ്റ്റം ലാപ്ടോപ്പ് മാസ്റ്ററായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് ഡിവൈസസ് എല്ലാം സ്ലേവ് ആയിട്ട് ആക്ട് ചെയ്യും. മാസ്റ്റർ സ്ലേവ് ആർക്കിടെക്ചറാണ് പൈക്കോനെറ്റിലുള്ളത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ മാസ്റ്റർ സ്ലേവ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ മാസ്റ്റർ സ്ലേവ് ഡിസൈൻ അറിയണ്ടേ? ഈ മാസ്റ്റർ എല്ലാ ഡിവൈസിനോടും കണക്റ്റഡ് ആയിരിക്കും. വയർലെസ് ബ്ലൂടൂത്ത് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ മാസ്റ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ത്രൂ മാസ്റ്റർ മാത്രമേ ഈ സ്ലേവ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു ക്യാമറയിലെ പിക്ചറിന് ഈ മൊബൈൽ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഡയറക്റ്റ് ഈ ഡിവൈസിൽ നിന്ന് ഈ ഡിവൈസിലേക്ക് പൈക്കോനെറ്റ് ആണെങ്കിൽ ട്രാൻസ്ഫറിങ് അലോ ചെയ്യില്ല, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ത്രൂ മാസ്റ്റർ വഴി മാത്രമേ ഡാറ്റാസ് ട്രാൻസ്മിഷൻ അലോ ചെയ്യുള്ളൂ. ഓക്കെ, അതുമാത്രമല്ല മാസ്റ്റർ പെർമിഷൻ അലോ ചെയ്താൽ മാത്രമേ ഈ ഒരു ഡിവൈസിന് ഈ ഒരു ഇമേജ് മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മാസ്റ്ററാണ് ഡാറ്റ ട്രാൻസ്ഫറിനുള്ള പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാസ്റ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഫിസിക്കൽ ചാനൽസ്, ഇപ്പോൾ ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് ഫിസിക്കൽ ചാനൽസ്. ഈ ചാനൽസ് പ്രൊവൈഡ് ചെയ്യാം, ഒന്നാമത്തെ ഫങ്ഷൻ. രണ്ടാമത്തെ ഫങ്ഷൻ, ഇപ്പോൾ ഈ മൊബൈലിലെ ഒരു ഡോക്യുമെൻറ്റ് പ്രിൻ്ററിലേക്ക് പ്രിൻറ്റിന് സെൻഡ് ചെയ്യണം. സെയിം ടൈം ഈ ക്യാമറയിലെ ഇമേജ് മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ത്രൂ മാസ്റ്റർ വഴി മാത്രമേ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ മാസ്റ്റർ
ടൈമിംഗ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, കമ്മ്യൂണിക്കേഷന് വേണ്ടി ടൈമിംഗ് പ്രൊവൈഡ് ചെയ്യുക, ഫിസിക്കൽ ചാനൽസ് അലോ ചെയ്യുക. ഇതാണ് മാസ്റ്ററിൻ്റെ ഫങ്ഷൻ. അതല്ലാതെ ഡാറ്റ ട്രാൻസ്ഫറിന് ഒരിക്കലും അത് കൺട്രോൾ ചെയ്യുന്നില്ല. ഓക്കെ, സോ ദിസ് ഈസ് പൈക്കോനെറ്റ്. ഇനി ഈ ഒരു ഫിഗർ വരാം. ഇതൊരു പൈക്കോനെറ്റ് ആണ്. മാക്സിമം 5 ഡിവൈസ് ഉണ്ട്. അതിലൊരു ഡിവൈസ് മാസ്റ്ററും ബാക്കി 4 ഡിവൈസ് സ്ലേവും ആണ്. ഓക്കെ, സോ ഈ സ്ലേവിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. ത്രൂ മാസ്റ്റർ വഴി മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, it is the type of communication that is formed between 2 or more Bluetooth enabled devices such as modern cell phone or PDA. It consisting of a master and from 1 to 7 active slave device. The radio designated as the master make the determination of channel and phase. Okay, that shall be used by all devices on this piconet. Okay, and the radio designated as master make this determination using its own device address as a parameter. ഒരു ഡിവൈസ് മാസ്റ്ററിനോട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാസ്റ്ററിൻ്റെ ഡിവൈസ് അഡ്രസ്സാണ് പാരാമീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എ സ്ലേവ് മേ ഓൺലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ മാസ്റ്റർ ആൻഡ് മേ ഓൺലി കമ്മ്യൂണിക്കേറ്റ് when granted permission by the master. Okay, for example, cell phone connected to the computer. So ഇവിടെ 2 ഡിവൈസേ ഉള്ളൂ, കമ്പ്യൂട്ടറും സെൽ ഫോൺ. ഒന്ന് മാസ്റ്ററും ഒന്ന് സ്ലേവ് ആയിട്ട് ആക്ട് ചെയ്യും. അവിടെ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അനദർ എക്സാമ്പിൾ സിമ്പിൾ പൈക്കോനെറ്റ് ആണ്. 3 ഡിവൈസ് ഉണ്ട്. അതിൽ ലാപ്ടോപ്പ് മാസ്റ്ററായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലാപ്ടോപ്പ് വയർലെസ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് മൊബൈലിനായിട്ടും മൗസായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ഡിവൈസും സ്ലേവ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വയർലെസ് ഹെഡ്സെറ്റ് സ്ലേവ് 3 ആയിട്ട് ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഒരു വയർലെസ് പ്രിൻറ്റർ ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു പൈക്കോനെറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ സ്കാറ്റർ നെറ്റ്. 2 അതിൽ കൂടുതലോ പൈക്കോനെറ്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു പൈക്കോനെറ്റിൽ ഒരു ഡിവൈസ്, ഒന്നോ അതിൽ കൂടുതലോ ഡിവൈസ് വേറൊരു പൈക്കോനെറ്റിൻ്റെ പാർട്ട് ആവാം. ഈ പൈക്കോനെറ്റിൻ്റെ ഓവർലാപ്പിങ്ങിനെയാണ് സ്കാറ്റർ നെറ്റ് എന്ന് പറയുന്നത്. ഫിഗർ നോക്കാം. ഈ ഒരു ഫിഗർ നോക്കാം. ഇതൊരു പൈക്കോനെറ്റ് ആണ്. ഓക്കെ, ഈ പൈക്കോനെറ്റിൽ ഈ ഒരു ഡിവൈസാണ് മാസ്റ്ററുണ്ട്. മാസ്റ്ററിനോട് 4 ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അനദർ പൈക്കോനെറ്റ്, ഒരു മാസ്റ്ററുണ്ട്, 3 ഡിവൈസും ഉണ്ട്. ഓക്കെ, അതിൽ ഈ ഒരു ഡിവൈസ് 2 പൈക്കോനെറ്റിൻ്റെയും പാർട്ടാണ്. ഓക്കെ, സോ ഇത്തരം ഓവർലാപ്പിംഗ് ചെയ്യുന്ന പൈക്കോനെറ്റിനെയാണ് സ്കാറ്റർ നെറ്റ് എന്ന് പറയുന്നത്. ഒരു ഡിവൈസിന് ഒരു പൈക്കോനെറ്റിൻ്റെ മാത്രം മാസ്റ്റർ ആവാനേ പറ്റുള്ളൂ. ഓക്കെ, ടെക്സ്റ്റിലെ ഫിഗർ നോക്കാം. ഈ ഒരു സെക്ഷൻ ഒരു സ്കാറ്റർ നെറ്റ് ആണ്. 2 പൈക്കോനെറ്റ് ഉണ്ട്. അതിൽ 2 ഡിവൈസ്, ഒരു ഡിവൈസ് അല്ല 2 ഡിവൈസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ 3 പൈക്കോനെറ്റും ചേർന്നിട്ട് അനദർ സ്കാറ്റർ നെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു ഡിവൈസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കേസിലാണെങ്കിൽ ഈ ഒരു ഡിവൈസും പൈക്കോനെറ്റ് തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫിഗറാണ്. ഇതൊരു പൈക്കോനെറ്റ്, ഇതും ഒരു പൈക്കോനെറ്റ് ആണ്. സോ ഈ പൈക്കോനെറ്റിൻ്റെ മാസ്റ്റർ ഈ ഒരു പൈക്കോനെറ്റിൽ സ്ലേവ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഈ ഒരു ഫിഗറിൽ ഈ ഒരു ഡിവൈസ് 2 പൈക്കോനെറ്റിൻ്റെയും സ്ലേവ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫിഗറാണ്. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിൽ ഇതൊരു പൈക്കോനെറ്റ് ആണ്, ഇതും ഒരു പൈക്കോനെറ്റ് ആണ്. ഈ പൈക്കോനെറ്റിൻ്റെ മാസ്റ്റർ ഈ പൈക്കോനെറ്റിൽ സ്ലേവ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. എ ഡിവൈസ് ഓൺ 1 പൈക്കോനെറ്റ് മേ ഓൾസോ എക്സിസ്റ്റ് as a part of another piconet, and it may function as either a slave or master in each piconet. This form of overlapping is called a scatter net. Okay, ഇനി സ്കാറ്റർ നെറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്താ നോക്കാം.
ഈ ഫിഗർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഡിവൈസിനെ ഈ 2 പൈക്കോനെറ്റിലെയും ഡിവൈസായിട്ട് ത്രൂ മാസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. Okay, the advantages of the PicoNet or ScatterNet scheme is that it allows many devices to share the same physical area and make efficient use of the bandwidth. In Module 4, Bluetooth architecture and PicoNet and ScatterNet ഈ 2 ടോപ്പിക് പഠിച്ചതിന് ശേഷം വേറെ ഏത് ടോപ്പിക്കും മൊഡ്യൂൾ 4 പഠിച്ചാൽ മതി. ഓക്കെ, ഒന്നുകിൽ ഷോർട്ട് ആൻസർ അതല്ലെങ്കിൽ essay ആയിട്ട് ഇത് ക്വസ്റ്റ്യൻസും ചോദിക്കും. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.